വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ഈവനിങ് വ്ലോഗാണ് ചെയ്യാൻ പോകുന്നത്. വേറെ ഒന്നുമില്ല, ഒരു കപ്പ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. നമ്മളിന്ന് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്നപ്പോഴത്തേക്കും വീണ്ടും മുറ്റത്തിൽ നിന്ന് കപ്പയൊക്കെ പറിച്ച് മാറ്റി. അപ്പോൾ അത് അത്ര പാകമൊന്നും ആയിട്ടില്ല, എന്നാലും അതൊന്ന് കുക്ക് ചെയ്തേക്കാന്ന് ഓർത്തു. നല്ല മഴയും കാറ്റൊക്കെ ഉണ്ട്, ഇവിടെ കസിൻസ് ഒക്കെ ഉണ്ട്, അവന്മാർക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ പരിപാടിയിലാണ്. ആക്ച്വലി ഞങ്ങളല്ല കപ്പ ഉണ്ടാക്കുന്നത്, അമ്മയാണ്. അപ്പം അമ്മയുടെ കപ്പയൊക്കെ പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കലാപരിപാടികളൊന്ന് തുടങ്ങുവാണ്. വേറെ ഒന്നുമില്ല, ചെറിയൊരു ചട്നി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കപ്പയുടെ സൈഡ് ഡിഷായിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സവോളയും പച്ചമുളകും എടുക്കുകയാണ്. അങ്ങനെ നമ്മളിതാ ചട്നി ഉണ്ടാക്കാനായിട്ടുള്ള സവോളയൊക്കെ എടുത്തു വെച്ചു. അതിൻ്റെ പ്രിപ്പറേഷൻസ് ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഇവിടെ അമ്മയുടെ പരിപാടികളിലാണ്. അതിൻ്റെ ഇടയിൽ ഇത് ഡൊമ്മ വന്നിട്ട് എന്തായി, കപ്പയൊക്കെ വെന്തോ അല്ലെങ്കിൽ കഴിക്കാൻ തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവം ക്യാമറയിലേക്ക് നോക്കാതെ സംസാരിക്കാനായിട്ട് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഇടയ്ക്കൊക്കെ നോട്ടം ക്യാമറയിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ കപ്പയുടെ കൂടെയുള്ള സൈഡ് ഡിഷ് ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സവോള പച്ചമുളക് എടുക്കും. അത് കഴിഞ്ഞ് ഡൊമ്മുദേ അമ്മയുടെ അടുത്ത് പോയിട്ടുണ്ട്. ഇവൻ അമ്മയുടെ അടുത്ത് നിന്നിട്ട് ഇത് എന്താണോ ചോദിക്കുന്നത്. അമ്മയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കപ്പ വേവിക്കാൻ വേണ്ടി വെച്ചിട്ട് അമ്മ പറഞ്ഞു ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ ചെയ്തോളാം പറഞ്ഞു. എന്നിട്ട് ആൾ പോവുകയാണ് ഇവിടേക്കോ. ഓക്കെ, നമ്മളിത് കപ്പയൊക്കെ അങ്ങനെ വേവിക്കാനായിട്ട് വെച്ചു. കപ്പ വേവിക്കാൻ വെച്ചിട്ട് അമ്മ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സിമി അപ്പോഴേക്കും മുളക് ചട്നി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ചോപ്പറിലേക്ക് ആവശ്യത്തിന് സവോള, പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, അതിലേക്ക് വെളിച്ചെണ്ണ, പിന്നെ വിനെഗർ ഇഷ്ടമുള്ളവർ വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ, ഒരു പ്രശ്നമില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ചോപ്പറിൽ നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുകയാണ്. ചോപ്പർ സത്യം പറഞ്ഞാൽ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. സത്യം പറഞ്ഞാൽ കിച്ചണിലൊക്കെ എല്ലാവരും വാങ്ങി വെക്കേണ്ട ഒരു സാധനമെന്ന് പറയും. കാരണം നമ്മൾ കുഞ്ഞിനെ അരിഞ്ഞിട്ടുള്ളൊരു ആ ഒരു സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിനൊക്കെ, ഇപ്പോൾ റെൻറ്റ് ഹൗസ് എടുത്തിട്ട് താമസിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അങ്ങനെ നമ്മുടെ മുളക് ചട്നി വളരെ കുറഞ്ഞ ടൈമിൽ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സിമിത ഇത് സെർവിങ് ബൗളിലേക്ക് മാറ്റുവാണ്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ കപ്പ വേകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ഇവിടെ അധികം ആർക്കും തന്നെ കപ്പ ശരിക്കും വെന്തിങ്ങനെ പോകുന്ന ഇഷ്ടമല്ല. ചില ആൾക്കാർക്കൊക്കെ പക്ഷെ അങ്ങനെ കഴിക്കാൻ ഇഷ്ടം. നമ്മൾ കപ്പ കുഴയൊക്കെ ആണെങ്കിൽ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ ചട്നിയുടെ കൂടെ ചുമ്മാ വേവിച്ച് കഴിക്കുവാണെങ്കിൽ ശരിക്കും വെന്തുപോയതിനേക്കാളും നല്ലത് അത്യാവശ്യം വേവിനെടുക്കുന്നതാണ്. ഞങ്ങളെല്ലാവർക്കും പൊതുവെ അങ്ങനെയാണ് ഇഷ്ടം. അങ്ങനെ മുളക് ചട്നി സിമി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി. ഇനിയിപ്പോൾ നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട്. ഇപ്പോൾ കപ്പ ബൗളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ കപ്പയും ചട്നിയും റെഡിയായി. നമ്മളത് ഡൈനിങ് ടേബിളിലേക്ക് വെച്ചു. എല്ലാവരും കൂടെ കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഇനി കപ്പയ്ക്കും ചട്നിക്കുള്ള ഒരു അസൽ കോമ്പിനേഷനാണ് കട്ടൻ കാപ്പി. മഴക്കാലത്ത് കട്ടനില്ലാതെ വേറെ എന്ത് കാര്യമല്ലേ. പിന്നെ കട്ടൻ കാപ്പിയും റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് കട്ടൻ കാപ്പിയും കപ്പയും മുളക് പൊടിച്ചതും. ആഹാ എന്ത്. അപ്പം ഞങ്ങൾ ഇനി ഇത് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യുവാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്